ഹലോ ഫ്രണ്ട്സ്, എല്ലാ പേർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഉരുളക്കിഴങ്ങുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ ടിഫിൻ ബോക്സിൽ കൊടുത്തുവിടാനായിരുന്നാലും അതുപോലെ വൈകിട്ട് ചായയുടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കമൻസുകൾ അറിയിക്കാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി ആദ്യം വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഞാനിവിടെ 2 വലിയ ഉരുളക്കിഴങ്ങ് തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഒന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചിട്ടെടുക്കാം. ഒരു മാഷറോ ഒരു ഫോർക്കോ കൊണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചിട്ടെടുക്കണം. ഒട്ടും കട്ടയില്ലാതെ വേണം ഒന്ന് ഉടച്ചെടുക്കാനായിട്ട്. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഉരുളക്കിഴങ്ങൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ചേർത്ത് കൊടുക്കുന്നത് എരിവിന് ആവശ്യമായിട്ടുള്ള 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതിയാകും. 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് കറിവേപ്പില ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബ്രെഡ് ക്രംസ് ആണ്. ഞാനിവിടെ 4 ബ്രെഡ് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്, അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് 1/4 കപ്പ് കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. കോൺഫ്ലവർ ഇല്ലെങ്കിൽ മൈദയോ ഗോതമ്പ് പൊടിയോ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊരു സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കാം. ഇതിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയിട്ടെടുക്കണം. ഞാനിവിടെ ചപ്പാത്തി പലകയിൽ വെച്ചാണ് പരത്തിയെടുക്കുന്നത്. ചപ്പാത്തി പലകയിൽ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിലും കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് ഇതുപോലെ ചപ്പാത്തി പലകയിലേക്ക് വെച്ച് കൈ കൊണ്ട് ഒന്ന് പരത്തിയിട്ടെടുക്കാം. ഒരുപാട് തിന്നായിട്ട് പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല, കുറച്ചൊന്ന് കട്ടിയോടുകൂടി വേണം പരത്തിയെടുക്കാനായിട്ട്. നന്നായിട്ട് ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡെല്ലാം ഒന്ന് ലെവൽ ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്ക് ഇത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. എല്ലാം ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ പരത്തിയെടുക്കുമ്പോൾ ഒരുപാടങ്ങ് തിന്നായിട്ട് പരത്തിയെടുക്കാൻ പാടില്ല. ഇതുപോലെ കട്ടിക്ക് വേണം ഒന്ന് പരത്തിയെടുക്കാനായിട്ട്. ഈ തിക്നെസ്സിൽ വേണം ഒന്ന് പരത്തിയെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ ഓയിലൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഓയിൽ നന്നായിട്ട് ഇനി ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഓരോന്നോരോന്നായി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഒരു വശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചും തിരിച്ചും ഇട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. രണ്ട് വശവും നന്നായിട്ട് ഇനി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ എണ്ണയിൽ നിന്നും ഒന്ന് കോരി മാറ്റാം.
ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. രണ്ടാമത്തെ സ്റ്റെപ്പ് നന്നായിട്ട് ഇനി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അത് നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. സ്നാക്സ് എല്ലാം ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സാണ്. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കമൻസുകൾ അറിയിക്കാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ താങ്ക് യു.